കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധാത്മാവ്, ജീവദാതാവും കർത്താവുമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉണ്മയാണ്, ദൈവം തന്നെയാണ്. ആ ബോധ്യത്തോടെ നമ്മൾ പരിചയമുള്ള പാടി പരിചയമുള്ള ആ പഴയ പാട്ട് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വീണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വീണ്ടുണങ്ങി
മങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം തന്നെയാണ്, ദൈവജ്ഞാനമാണ്, വിവേകമാണ്, ബുദ്ധിയാണ്, അറിവാണ്. പ്രഭാതത്തിൽ അവൾ വാതിക്കൽ കാത്തു നിൽക്കുന്നു. ജ്ഞാനം, ഓ ജ്ഞാനമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. അത് ദൈവത്തിൻ്റെ അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അത് സർവശക്തൻ്റെ നിസ്സരണമാണ്, ദൈവശക്തിയുടെ ശ്വാസമാണ്. സകലതും രൂപപ്പെടുത്തുന്നത് അവളാണ്. അവൾ ഏകയെങ്കിലും സകലവും നവീകരിക്കുകയും സകലത്തെയും ഉജ്ജീവിപ്പിക്കുകയും അവൾ എല്ലാത്തിലും എല്ലാ ചലനങ്ങളെയും വേഗം ചലിക്കുന്നു. സ്വതന്ത്രമായി ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ, ഭാഷാവരം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. എന്നാൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ മനസ്സും പ്രാർത്ഥിക്കാം, ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഭാഷാവരത്തിൽ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവഹിതം അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നതിൻ്റെ ഉദ്ദേശം, കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങയുടേതാണ്. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ നിധി എന്നിലേക്ക് ഇപ്പോൾ തരണമേ. അത് ലോകം മുഴുവനിലേക്ക് ഞാൻ പ്രസരിപ്പിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. ആ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ. എല്ലാവരും പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ദൈവിക രഹസ്യങ്ങൾ എനിക്ക് പകരണമേ, ദൈവത്തിൻ്റെ നിധി എന്നിലേക്ക് ഒഴുക്കണമേ. ഭാഷാവരത്തിൽ ഷാല ഹാലബല ഹാലബല ഷാല ഹാലബല 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 ഹാലബല. എല്ലാവരും അതിരം തുറക്കട്ടെ. പുതിയ ഭാഷാവരങ്ങൾ ലഭിക്കും, പുതിയ വരങ്ങൾ ലഭിക്കും, പുതിയ പ്രവചന വരങ്ങൾ, ഭാഷാവരങ്ങൾ. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാം ഉണരട്ടെ, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വരങ്ങളും ഉണരട്ടെ. ഉച്ചസ്വരത്തിൽ നാവിൻ്റെ കെട്ടഴിയട്ടെ, നാവിൻ്റെ കെട്ടഴിയട്ടെ.
ഹല്ല ഹല്ല ഹല്ല. നാവിൻ്റെ കെട്ടഴിയട്ടെ. അതരം തുറന്ന് ശബ്ദമുയർത്തി നാവിൻ്റെ കെട്ട് പൊട്ടട്ടെ. ലബ്ബ 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 പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലബാ ലബാ ലബ ലബ ലബാ ലബ ലബ ലബാ ലബാ ലബ 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 ലബാ ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധാത്മാവേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധാത്മാവേ. ദൈവിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം നൽകണമേ. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ജ്ഞാനമായിരിക്കണേ. ഫല ബല 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 ബല. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പങ്കിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തി. കൈയടിച്ച് ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും അതിനും തുറന്ന് പാടുക. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ പകർന്നിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് പിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും
എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആയിരിക്കുന്നവൻ സഹായകൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവൻ ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവൻ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവൻ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവൻ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവൻ ചൊരിഞ്ഞിടുന്നു. ആത്മാവിൻ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം പരിശുദ്ധാത്മാവ് പുതിയ ഭാഷാവരങ്ങൾ, പുതിയ വരദാനങ്ങൾ, ദർശനവരങ്ങൾ, പ്രവചനവരങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ അഭിഷേകങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം പകരുന്ന പരിശുദ്ധാത്മാവേ, ബുദ്ധി പകരുന്ന പരിശുദ്ധാത്മാവേ, വെളിപാടുകൾ നൽകുന്ന പരിശുദ്ധാത്മാവേ, വെളിപാടുകൾ നൽകുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. നമുക്കിരിക്കാം. ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ എല്ലാ ആവശ്യങ്ങളും പിതാവ് അറിയുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടയ്ക്കുക. നമ്മുടെ ഉള്ളിൽ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് ആ മുറിയിൽ കിടന്ന് കതകടയ്ക്കാം. ഈശോയും നമ്മളും, നമ്മുടെ ആത്മാവും ഈശോയും മാത്രം. മറ്റെല്ലാ ചിന്തകളും അകലട്ടെ. മറ്റെല്ലാ ചിന്തകളും അകലട്ടെ. അതാണ് കതകടയ്ക്കുക.
എന്തെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ തിരസ്കരിക്കുകയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഈശോയോടൊപ്പമാണ്. ഈശോ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് ചിന്തിക്കേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈശോയെ സ്നേഹിക്കുക. നമ്മളൊന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല, ആ ഈശോയുമായിട്ടൊരു ഇൻറ്റിമസിയിലേക്ക് വരിക. മണവാളൻ മണവാട്ടിയോടൊപ്പം മണവറയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. വലിയ സന്തോഷം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകും. കാരണം ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മുടെ ആത്മാവിൽ പകരുന്നു. ഇരുട്ടാണ്, ഇരുണ്ട രാത്രി. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുട്ട് മാത്രം, അതൊരു അന്ധകാരം അല്ല, ഇരുട്ടാണ്. അതായത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരവസ്ഥ. അവിടെ ഈശോ ഉണ്ടെന്ന് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുന്നു. വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. അദൃശ്യമായ ആ ദൈവം അവിടെ ഉണ്ട്. ഒരു വ്യക്തിയാണ് അവിടെയുണ്ട്. ആ വ്യക്തിയുമായിട്ടൊരു ഇൻറ്റിമസി, ഒരു വ്യക്തിബന്ധം.
ആ വ്യക്തിബന്ധത്തിൽ ആ ഈശോ നമ്മുടെ ആത്മാവിനെ സ്നേഹത്തിൽ ഒന്നാകുന്നു. അവിടുത്തെ വാത്സല്യം നമ്മിലേക്ക് ഒഴുകുന്നു. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ഉണ്ടോ? ഈശോ പ്രാർത്ഥിക്കുന്നു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. സത്യാത്മാവ്, പരിശുദ്ധാത്മാവ്. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അത്രയ്ക്ക് വലുതാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം. ഈശോ പ്രാർത്ഥിക്കുന്നു. ശാല ഹാലബല. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാല്ല ഹലബല ഹലബല. ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഇനി ആ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മൾ മനസ്സിൽ വിശ്വസിക്കണം. ഒരു വശത്ത് ഈശോ പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പിതാവ് നമ്മുടെ അടുത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ദാനങ്ങൾ, വലിയ വെളിപാടുകൾ, വലിയ രഹസ്യങ്ങൾ. നിത്യതയിലേക്കും നിത്യജീവനും ഈ ലോകത്തിൽ തന്നെ ഈ ജനത്തിന് കൊടുക്കേണ്ടതായ സുവിശേഷം, ദൈവിക ജ്ഞാനം, നിത്യജീവൻ. ലോകം മുഴുവനും യേശുവിനെക്കുറിച്ച് അറിയണം. ലോകം മുഴുവനും യേശുവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ഈശോയും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളിലൂടെ അത് ലോകത്തിലേക്ക് ഒഴുകണം. ഈ ബോധ്യത്തോടെ നമുക്ക് കരമുയർത്തി അതിശക്തമായി ആ ഭാഷാവരത്തിൽ സ്തുതിച്ച് ഇത് നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിലേക്ക് ഒഴുകുമെന്ന് വിശ്വസിക്കുക. മാത്രമല്ല ലോകം മുഴുവനിലേക്കും ഒഴുകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഷാല ഹലബല ഹലബല ഹലബല. Hallelujah, 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 hallelujah. ലോകം മുഴുവനിലേക്കും ഈ പ്രസാദവരം ഒഴുകുന്നതിന് എൻ്റെ ആത്മാവിലേക്ക് നൽകണമേ. ഈ പ്രകാശം, ഈ ജ്ഞാനം, ഈ ധൈര്യം, ഈ വിവേകം, ഈ വിശ്വാസം എൻ്റെ ആത്മാവിൽ നൽകണേ. ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്
കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത വലിയ കാര്യങ്ങൾ ചലബല ബലബല. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവനവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എല്ലാവരും ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവനവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, രാജാധിരാജനെ സ്തോത്രം. നീതി നടത്തുന്ന നീതിമാനായ ദൈവമേ സ്തോത്രം. ദൈവനീതി എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കണമേ. ദൈവരാജ്യം എന്നിൽ സംസ്ഥാപിതമാകണമേ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്നു, ഈശോയോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത്, കാറ്റഗിസത്തിൽ പറയുന്നത് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാണ്. ലോർഡ്സ് പ്രേയർ എന്നാണ് പറയുന്നത്, കർത്താവിൻ്റെ പ്രാർത്ഥന. ഈ കർത്താവിൻ്റെ പ്രാർത്ഥന അപ്പസ്തോലന്മാരും ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അത് തന്നെ വലിയൊരു രഹസ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ചെല്ലണമെങ്കിൽ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കണം. മദർ തെരേസ പറയാറുള്ള ഇതാണ്, ഇഫ് യു വാണ്ട് ടു ലേൺ ടു പ്രേ. പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെയാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് ഈശോ പഠിപ്പിച്ചു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. നിൻ്റെ പിതാവിനറിയാം നിനക്കെന്തെല്ലാമാണ് ആവശ്യമെന്ന്. അപ്പം അവിടെ 5 കാര്യങ്ങൾ അതിൽ തന്നെയുണ്ട്. എവിടെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം,
എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, 5 കാര്യം. എവിടെ പ്രാർത്ഥിക്കണം? നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? പിതാവിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കണം? നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് ആവശ്യമെന്ന്, അത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? ഇത്രയും ബോധ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനി സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാന ഉള്ളടക്കം ഒരു വിപ്ലവാത്മകമായ കാര്യമാണ്. അന്ന് വരെ ദൈവത്തെ പിതാവെന്നാരും വിളിക്കില്ലായിരുന്നു. ദൈവത്തെ പിതാവ്, ദൈവം നമ്മുടെ പിതാവാണെന്ന ഉള്ള വെളിപാടാണ് ഈശോ കൊണ്ടുവന്ന ഏറ്റവും വലിയ വെളിപാട്. നമ്മൾ മക്കളാണ്. ഓ പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഞാൻ രാവിലെ ഇന്നലത്തെ പോപ്പിൻ്റെ സന്ദേശം, ഇന്നലെ പരിശുദ്ധ പിതാവ് നൽകിയ ഹോംലി ഞാൻ ഇങ്ങനെ വായിക്കുകയായിരുന്നു. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, if God is our father, his DNA is in us. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ആ പിതാവിൻ്റെ DNA നമ്മളിലുണ്ട്. ഇത് പോപ്പ് പല പ്രാവശ്യവും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് DNA കാര്യം. ആ പിതാവിൻ്റെ സകല സ്വഭാവങ്ങളും നമുക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹിസ് DNA. അപ്പോൾ ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു മന്ത്രം പോലെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലെ വാത്സല്യമാണ് ആദ്യം കാണുന്നത്. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബാ അബാ. അപ്പോൾ നമ്മൾ അപ്പച്ച, ഡാഡി എന്നെല്ലാം വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു വാത്സല്യം അനുഭവിച്ച് വേണം അത് പ്രാർത്ഥിക്കാൻ എന്നാണ് പറയണേ. പിതാവേ എന്ന് നമ്മൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ട്രഡീഷനിൽ അങ്ങനെ ഇല്ല. അതാണ് വലിയ വ്യത്യാസം. ഫരിസേയർക്ക് സാധിക്കാഞ്ഞതാണ്. നമ്മൾ ഇന്നലെ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം മനസ്സിലാക്കില്ലേ? ആ ജ്യേഷ്ഠൻ പിതാവിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും അത് പിതാവാണെന്ന് അദ്ദേഹത്തിന് ഒരു അനുഭവമില്ല, മനസ്സിലാവുന്നില്ല. അതിന് പകരം എന്താ വിചാരിക്കണേ? ഒരു ദാസനാണ്, ഒരു അടിമയാണ്, വേല ചെയ്യണം. അതുകൊണ്ടാണ് കൽപ്പനയൊക്കെ കൃത്യമായിട്ട് പാലിക്കണേ. അത് കൽപ്പന ആർക്കുള്ളതാ? അടിമകൾക്കുള്ളതാണ്. മക്കൾ സ്നേഹമാണ്. മക്കൾക്കുള്ളത് പിതാവിൻ്റെ വാത്സല്യമാണ്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അതാണ് 18-ാം സങ്കീർത്തനത്തിലാണത്. അവിടുത്തെ രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അങ്ങനെക്കു രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാത്സല്യത്തിൽ വളരുന്ന അവസ്ഥയാണ്. ഈ വാക്ക് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം. നമ്മൾ ഈ വാത്സല്യം നമ്മുടെ മക്കളോടും നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മുടെ മാതാപിതാക്കളോടും ഈ വാത്സല്യം ദൈവത്തിൽ നിന്ന് വാങ്ങുകയും, അപ്പോൾ ദൈവം വാത്സല്യം
ഉള്ള പിതാവാണെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ള ആ മക്കൾക്ക് നമ്മുടെ വാത്സല്യമുള്ള പിതാവ് ഈശോ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു, നിങ്ങൾ ദുഷ്ടരായിരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ പരിശുദ്ധിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ദുഷ്ടരായിരിക്കെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് അവർ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അവർ മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദുഷ്ടരായിരിക്കെ നല്ല ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ്, പരമകാരുണ്യമായ പിതാവ്, നന്മ മാത്രമായ പിതാവ്, വാത്സല്യമായ പിതാവ് എത്രമാത്രം നല്ല ദാനങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്നാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ആ റിസീവിങ് എന്താ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്നത്? ദൈവം നല്ല ദാനങ്ങൾ പരിശുദ്ധാത്മാവിന് എത്രമാത്രം നൽകുകയില്ല. അതിൻ്റെ സാരാംശം അപ്പം എന്താ? പിതാക്കന്മാരെല്ലാം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലെ പിതാവേ എന്നുള്ള വിളിക്കുമ്പോൾ തന്നെ അത് കുറേ സമയം അങ്ങനെ നീണ്ടു നിൽക്കണം. ആ പിതാവിൻ്റെ മഹത്വം, പിതാവിൻ്റെ അനുകമ്പ, പിതാവിൻ്റെ കരുണ, പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ വാത്സല്യം. ഓ പിതാവേ, നമ്മൾ മകനാണ്, ഞാൻ മകനായതുകൊണ്ട് എനിക്കതെല്ലാം കിട്ടും, ഞാൻ എന്ത് ചോദിച്ചാലും അത് തരും. വിശ്വസിക്കുക. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ദൈവം വാത്സല്യം നിറഞ്ഞ പിതാവാണ്. ആ പിതാവിൻ്റെ വാത്സല്യഭാചനങ്ങളായ മക്കളാണ്. ഇനി 7 സപ്ലിക്കേഷൻസാണുള്ളത്, 7 പ്രാർത്ഥനകൾ. ആ 7 പ്രാർത്ഥനകളിൽ ആദ്യത്തെ 3 പ്രാർത്ഥന ദൈവോന്മുഖമാണ്. ഈശോ പഠിപ്പിച്ചതാണ്. അങ്ങയുടെ പരിശുദ്ധി, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓ, അതാണ് പിതാവിൻ്റെ DNA ആണ് പരിശുദ്ധി. അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ പരിശുദ്ധിയാണ് ആദ്യത്തെ പ്രാർത്ഥന. ആ 3 അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ, ദാറ്റ് ഈസ് എ ഇനിഷ്യേഷൻ ഫ്രം ഗോഡ്. നമ്മൾ കേട്ടു 42-ാം സങ്കീർത്തനത്തിലെല്ലാം പാടിയത്, ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും അവയ്ക്കു മീതെ കടന്നു പോകുന്നു. അതായത് ഈ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഇനിഷ്യേഷനിലൂടെ നമുക്ക് കിട്ടുന്ന വെള്ളച്ചാട്ടം പോലെ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി, നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് അപ്പോൾ നമ്മുടെ ആത്മാവിന് ദൈവത്തോട് ആഴമായ ഒരു സ്നേഹം, ദാഹമുണ്ടാകും. ആദ്യം ദൈവം നമ്മളെ അന്വേഷിക്കുന്നു, ദൈവം നമ്മൾക്ക് സ്നേഹിക്കുന്നു. അതാണ് ആ 3 സ്റ്റെപ്പുകൾ. അവസാനത്തെ 3 സ്റ്റെപ്പ് ഞങ്ങളുടെ 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 ഞങ്ങളുടെ
ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണേ. ഞങ്ങളുടെ ആദ്യത്തെ അങ്ങയുടെ അതോരോന്നിൻ്റെയും കണക്ഷനാണ് ഈ അവസാനത്തെ. അങ്ങയുടെ പരിശുദ്ധി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു. അങ്ങയുടെ രാജ്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ സകല ബലഹീനതകളും മാറുന്നു. അങ്ങയുടെ ഹിതം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള എല്ലാ അന്ധകാരവും അകലുന്നു. ഈ ആദ്യത്തെ 3 അവസാനത്തെ 3 അതിൻ്റെ മധ്യത്തിലുള്ളതാണ് കാതൽ ഓഫ് ദ പ്രെയർ, കോർ ഓഫ് ദ പ്രെയർ. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു മരം ഇങ്ങനെ മറിഞ്ഞ് വീണ് പെട്ടത് നോക്കിയപ്പോൾ എന്താ, അതിന് കാതലില്ല. സംഭവം മരം നിൽക്കുമ്പോൾ ഭയങ്കര വിലകളൊക്കെ ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ കാറ്റ് വന്നപ്പോൾ മരം വീണു. കാതലില്ല, ഉള്ളു പൊള്ളയാണ്. പേട്ടത്തേങ്ങ മാതിരി എന്ന് പറഞ്ഞ മാതിരി. അപ്പം ഈ പ്രാർത്ഥനയുടെ കാതൽ 4ാമത്തെ പോയിൻ്റാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് എനിക്ക് തരണേ. ഇത് ഭൗതികമായ ഒരാഹാരമല്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്ന്, ശരീരത്തെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന്, വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കണ്ട. അതൊക്കെ നിങ്ങളുടെ പിതാവ് താനേ തന്നോളൂ. അതിനൊന്നും വേണ്ടി ചോദിക്കണ്ട, ചിന്തിക്കുക പോലും വേണ്ട, അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും ചോദിക്കും. എന്തൊരു ക്ലിയറാന്ന് നോക്കിയത്. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഈ ചക്കയും മാങ്ങയും തേങ്ങയുടെ കാര്യം ചോദിച്ചുകൊണ്ട് നടക്കണം. അവിടുത്തെ വിസ്മയനീയതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ദൈവമേ, ഇന്നു മുതൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അങ്ങയോടൊപ്പം പരിശുദ്ധാത്മാവിനോടൊപ്പം പ്രാർത്ഥിക്കാനും ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ കൃപ നൽകണേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിതാവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മുഴുവനും നമ്മൾ അർഹരാകുകയാണ്. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ പരിപൂരിതരാകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കും, ഞങ്ങളെ ശക്തീകരിക്കും, ഞങ്ങളെ നീതീകരിക്കും, ഞങ്ങളെ മഹത്വീകരിക്കും. 4 കാര്യങ്ങളാണ് അങ്ങയുടെ രാജ്യം നമ്മളിൽ സംസ്ഥാപിതമാക്കുന്നത്. എന്തെല്ലാമാണ്? കരമുയർത്തി നേറ്റി പറഞ്ഞേ. ഞങ്ങളെ വിശുദ്ധീകരിക്കും, ശക്തീകരിക്കും, നീതീകരിക്കും, മഹത്വീകരിക്കും. ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ. പ്രൈസ് ദ ലോർഡ്. മഹത്വം. അടുത്തത് അങ്ങയുടെ ഹിതം. ഇതാണ് ഈ പ്രാർത്ഥനയിലെ ഒരു വളരെ ട്രിക്കി സിറ്റുവേഷൻ. നമ്മളെ എന്താ പറയുക,
നമ്മൾ വീണു പോകുന്നു, അല്ലെങ്കിൽ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതായത് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകണേ, ഭൂമിയിലാകണേ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഹിതത്തിലൊരു കാര്യം തീരുമാനിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് കൈവീശി കാണിച്ചേ, പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമുക്ക് ഒരാൾ ഒരു പാസ്പോർട്ട് കൈ കൊണ്ടുവന്ന്, ബ്രദറെ ഒന്ന് ഇതിൻ്റെ മീതെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു വിസ കിട്ടണം. കണ്ടോ? ഞാൻ പറഞ്ഞ് ആരോട് ചോദിച്ചിട്ടാണ് ഈ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തേ? നിനക്ക് വിസ കിട്ടില്ല. അയ്യോ പ്രാർത്ഥിക്കുക. ഇല്ലടാ, നിനക്ക് കിട്ടില്ല. അതെന്താ? ദൈവം ആഗ്രഹിക്കുന്നത് നീ ഈ നാട്ടിൽ നിൻ്റെ ഭാര്യയുടെയും 3 പിള്ളേരുടെയും കൂടെ ജീവിക്കാനാണ്. നീ വിഷമിക്കൊന്നും വേണ്ട, അതാണ് ദൈവം ആഗ്രഹിക്കണേ. അയ്യോ എൻ്റെ ബ്രദറെ അങ്ങനെ പറയല്ലേ. കണ്ടോ? നടന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഫോറിനിൽ പോയാൽ നിൻ്റെ ഭാര്യയും 3 പിള്ളേരെയും അവരുടെ കാര്യം ആര് നോക്കും? അതിൽ ഞാൻ അവിടെ പോയിട്ട് കാശ് അയച്ചു തരാം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനം, കാശല്ല കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വേണ്ടത്. അപ്പോൾ പുറവശത്ത് ഭാര്യ നിൽക്കുന്നുണ്ട്. ഞാൻ അവളെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി. ഒരു പക്ഷെ അവൾ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാർത്ഥന കേട്ടോ. ഈ കുഞ്ഞുങ്ങളും അറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ? അവരെന്തായിരിക്കും പ്രാർത്ഥിക്കുക? എൻ്റെ പപ്പ പോകല്ലേ, എൻ്റെ പപ്പ ഇവിടുന്ന് പോകല്ലേ എന്നായിരിക്കും പ്രാർത്ഥിക്കുക. നീ എന്താ ജോലി ചെയ്യണേ? ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ആഹാ, അപ്പോൾ പിന്നെ കടൽ മുഴുവനും നിനക്ക് മുമ്പിൽ കിടക്കല്ലേ? ഈ കടലിൽ എന്തോരം മീനുള്ളത്. നീ അങ്ങ് പിടിക്കും മീൻ, പ്രാർത്ഥിക്കും, പോയാൽ ഇഷ്ടം പോലെ കിട്ടും. അതുകൂടാണ്ട് എനിക്ക് വേറൊരു ചെറിയ ജോലിയും കൂടി ഉണ്ട്. മോനെ, ഒരു ചെറ്റക്കുടിൽ കിടന്നാലും ഒരുമിച്ച് ജീവിക്കും, ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കും. നീ ഇപ്പോൾ ഫോറിനിൽ പോകണമെങ്കിൽ ഈ വിസ അടിക്കാൻ ഉള്ള കാശ് നിൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ ഒരാൾ കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പലിശയ്ക്ക്. കേട്ടോ? അപ്പോൾ നീ പോയി കഴിഞ്ഞ് ഉടനെ അയാൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. പലിശതായോ. എനിവേ, അവസാനം ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങയുടെ ഹിതം. വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങയുടെ ഹിതം വരട്ടെ. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതാവുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമ്മളൊരു ഹിതം മനസ്സിൽ വെച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകുകയാണ്. ദൈവം അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോ, അമ്മ മീൻകറി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞില്ല. യോഹന്നാൻ ക്രൂസിൻ്റെ ഇവിടെ യോഹന്നാൻ ക്രൂസിൻ്റെ മടക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, കർമ്മലിത. അവരുടെ യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മലമല കയറ്റം എന്ന് പറഞ്ഞ പുസ്തകം കണ്ടാൽ തന്നെ മാറ്റി വയ്ക്കുകയുള്ളൂ. കാരണം നമ്മൾ കേട്ടേക്കുന്നത് അദ്ദേഹം വളരെ മനസ്സിലാകാൻ പറ്റാത്ത, പക്ഷെ അത് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഭൗതിക കാഴ്ചപ്പാടിൽ വായിക്കരുത്. അതിനകത്ത് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഒരമ്മ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല എരിവുള്ള മീൻകറി ഉണ്ടാക്കി, ചുവന്ന ചാറ്. അപ്പോഴാണ് ആലോചിച്ചേട്ടാ, ഇത് നമ്മുടെ കൊച്ചിന് ഇത് പറ്റില്ലല്ലോ, മോൾക്ക് കഴിക്കാൻ ഇത് പറ്റില്ല, അതുകൊണ്ട് മോൾക്ക് വേണ്ടി വേറെ ഒരു കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എന്തെല്ലാം ആക്ടിവിറ്റി ആയി നോക്കി. വേറെ അടുപ്പിൽ വേറെ കലം വെച്ച് വേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ അരിഞ്ഞ് ഉണ്ടാക്കി മുറുക്കി വേറെ പാകം ചെയ്തു. വളരെ സ്നേഹം, വാത്സല്യത്തോടെ, എൻ്റെ മോൾക്ക് ഇത് വേറെ ഉണ്ടാക്കണം, ഇത് അവൾക്ക് കഴിച്ചാൽ ശരിയാവില്ല. അങ്ങനെ നല്ല രുചികരമായ, അവൾക്ക് പറ്റിയ രീതിയിൽ പോഷകങ്ങളെല്ലാം നിറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വന്നപ്പോൾ അവൾ കരയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് നിങ്ങൾ തിന്നണം മതി.
പപ്പയും മമ്മിയും കഴിച്ചത് മതി എനിക്ക്. അയ്യോ മോളെ, ഇത് നല്ല എരിവുള്ള മീൻകറിയാണ്, ഇത് കഴിച്ചാൽ നിനക്ക് ശരിയാവില്ല, ഇത് നിൻ്റെ വയറിന് അസുഖമാവും, നിനക്ക് ആരോഗ്യത്തിന് ദൂഷ്യമാണ്, നിനക്ക് കഴിക്കാൻ തന്നെ പറ്റില്ല. എനിക്കത് മതി. ഒരു പക്ഷേ 3-4 പ്രാവശ്യം കരഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, മോളെ മമ്മി എന്തോരം കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണത്. കരച്ചിൽ കൂട്ടി. അങ്ങനെ കരഞ്ഞ് ഒരു 9 പ്രാവശ്യം കരഞ്ഞു. മനസ്സിലായോ? അതിനാണ് നമ്മൾ നൊവേന എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം പറഞ്ഞു, എന്നാൽ അത് ചോദിക്കണത് കൊടുക്ക്, കേസ് അവസാനിക്കട്ടെ, അത് ചോദിക്കണത് കൊടുക്ക്. അതുകൊണ്ടാണ് നമ്മൾ നൊവേന ചെല്ലുമ്പോൾ ഉദ്ദിഷ്ട കാര്യം സാധിക്കണം. ഉടനെ ഉപകാരസ്മരണയും പേപ്പറിലൊക്കെ അടിച്ച് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു, ഉദ്ദിഷ്ട കാര്യം സാധിച്ചു. ആരുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചത്? നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു. പിതാവ് ഉണ്ടാക്കി വെച്ചേക്കണ മീൻകറി, അല്ലെങ്കിൽ പിതാവ് അമ്മ വാത്സല്യപൂർവ്വം പിതാവ് ഒരുക്കി വച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുക. ഇതാണ് ഇത്ര വലിയ ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും വേദപാരംഗതനുമായ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആചാര്യനായ യോഹന്നാൻ ക്രൂസ് പറയുന്നത്. നമ്മൾ ഭൂരിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇന്ന് മുതൽ നമുക്കൊന്ന് മാറ്റിയാലോ അത്? ഇപ്പം തന്നെ ഒന്ന് പറയുക, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചേക്കണത്, നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന, കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന പോലെ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന അതെനിക്ക് തായോ. അങ്ങയുടെ ഹിതം. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ ഓർക്കണ വേറൊരു സംഭവം ഇപ്പോൾ വരികയാണ് മനസ്സിൽ. ഒന്ന് കൈവീശി കാണിച്ചേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ബോംബെയിൽ വെച്ചൊരിക്കൽ ഒരു ധ്യാനം നടത്തുമ്പോൾ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല, എല്ലാം പരിശുദ്ധാത്മാവ് തന്നെ കൗൺസിലിംഗ് ചെയ്യണം. അന്ന് ഇത്രയൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് കൗൺസിലിങ്ങിന് പ്രാധാന്യം കൊടുത്തു. 5 മണി വരെ 4:30 മണി വരെ ധ്യാനം, അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കണം. അപ്പോൾ ഒരു സഹോദരി, ഒരു പെണ്ണ് വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ. അപ്പോൾ ഏതാണ്ട് കണിയാരിങ്ങനെ പ്രശ്നം വെച്ച് പറയണ മാതിരി അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞേ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ? അതെൻ്റെ ഫ്രീഡം അല്ലേ. ആരാ പറഞ്ഞത് നിനക്ക് അങ്ങനെ ഫ്രീഡം ഉണ്ടെന്ന്? ഐ ആം എ വുമൺ, ഐ ഹാവ് മൈ ഫ്രീഡം. അപ്പം ഞാൻ ഇച്ചിരി, നിന്നെ ദൈവമാണ് സൃഷ്ടിച്ചത്, നിനക്കൊരു ഗർഭം തന്നിട്ടുണ്ട്. ആ ഗർഭം ദൈവം സൃഷ്ടിച്ചതിന് വല്ല കാര്യമുണ്ടോ? എന്താ പറയണേ? അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. പക്ഷേ നിന്റെ ഗർഭത്തിൽ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിശുദ്ധനെ കാര്യം എന്തായി? നീ കല്യാണം കഴിക്കണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം അവളാകെ ഒരു കുഴപ്പത്തിലായി. പെട്ടെന്നൊരു ചിന്ത, നിന്നിലൂടെ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാൻ കർത്താവ് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവഹിതം എന്താണെന്ന് അറിയണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പൻ മദ്യപിക്കുന്നത് കൊണ്ടല്ലേ, മദ്യപിച്ച് അപ്പൻ വന്ന് വീട്ടിൽ അമ്മേനെ തല്ലണത് നീ കണ്ടിട്ടല്ലേ നീ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച്? ഉടനെ അവളം കരയാൻ തുടങ്ങി. അതാണ് ശരി. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് ചോദിച്ചില്ല, നീ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ കല്യാണ കാര്യങ്ങളൊക്കെ. ഓരോ അവിടെ ജോലിയുള്ള ചെറുക്കനാണ്, അവിടെ ജോലി ഉണ്ടെങ്കിൽ എനിക്കും അവിടെ ജോലി കിട്ടും, നല്ല കാശാവും, നാട്ടിലൊരു സ്ഥലവും മേടിക്കുക, വീടും പണിയുക, സുഖമായി. കണ്ടോ? ഇപ്പോൾ ദൈവഗീതമാണോ നോക്കിയത്? ദൈവഗീതമല്ല നോക്കിയത്. ഒരു കൊമേഴ്സ്യൽ പ്രോഗ്രാമാണ് നമ്മളുടെ കല്യാണവും ഇതൊക്കെ. ഇപ്പോൾ
എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു ഉദാഹരണം